ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീം ഉബൈദ്. പെരുന്നാൾ രാവിൻ്റെ അന്ന് മുതൽ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഫുൾ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം അല്ല, പെരുന്നാൾ രാവിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ രാവിനൊക്കെ മൈലാഞ്ചി ഇട്ടിരിക്കാൻ കഴിയില്ലല്ലോ, ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഷംസിയും ഫൗമിയും പെരുന്നാൾ രാവിൻ്റെ അന്ന് മാസം കണ്ടിട്ടില്ല, പിറ്റേ ദിവസം നോമ്പാണെന്നുള്ളതിൽ അറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ. അപ്പോൾ അവർ അതിൻ്റെ മുന്നേ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരട്ടെ മൈലാഞ്ചി ഇടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മാസം കണ്ടിട്ടില്ലെങ്കിൽ രണ്ടു പേരും പോരെന്ന് പറഞ്ഞ്. ഇപ്പോൾ അതാ രണ്ടാൾക്കും മൈലാഞ്ചി ഇട്ടെടുത്ത്. അപ്പോൾ ഷംസിക്ക് ഒരു കയ്യിലിട്ട് അതുപോലെ തന്നെ മറ്റേ കയ്യിലും വേണം എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല, എന്നാലും എനിക്കങ്ങനെ ഒരാൾക്ക് ഇട്ട് കൊടുക്കാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നവാവിൻ്റെ അതിൽ മെഹന്തി കോഴ്സിൽ 1 മന്ത് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, 500 രൂപേൻ്റെ, അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഫൗമിക്കും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൗമിക്കും ഷംസിക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുമ്പോഴാണ് നബിലാൻ്റെ കോൾ വരുന്നത്. താത്ത ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഫ്രീ ആണെങ്കിൽ താത്ത ഒന്ന് മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ നെസ്സിയും നബിലയൊക്കെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നബിലാക്കും കൂടി മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും പോകാൻ നിൽക്കുകയാണ്. മൈലാഞ്ചിയൊക്കെ രണ്ടുപേരിട്ടിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്, ഫൗമിയും ഷംസിയും കൂടി. അപ്പോൾ ഇനി നമ്മൾക്ക് ഈദിന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈദിന് പിന്നെ രാവിലെ ആണ് ഇവർ വരാമെന്ന്. ഫുഡ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ വീട്ടിലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഷംസിയും നവാസിനും വരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പിന്നെ അവരൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചെല്ലാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ അവർ വരാൻ കഴിയില്ല എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരതാ പോവുകയാണ് എല്ലാവരും. അപ്പോൾ നെസ്സി ഒക്കെ എത്തിയിട്ടുണ്ട്. റിസമോളൊക്കെ പിന്നെ നേരത്തെ തന്നെ മൈലാഞ്ചി നെസ്സി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസമോൾക്ക് മൈലാഞ്ചി ഇടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ നബിലാക്കും ഞാൻ മൈലാഞ്ചി അങ്ങനെ ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ ഒരു കയ്യിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇടാൻ എനിക്ക് ഷംസി ഒരു സ്റ്റെൻസിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. താത്ത ഇതുകൊണ്ട് റൈറ്റ് ഹാൻഡിൽ ഇട്ടോ, നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ കഴിയില്ലല്ലോ. പിന്നെ ഞാൻ സ്റ്റെൻസിലൊക്കെ അങ്ങനെ നെസ്സിയാണ് എനിക്ക് അങ്ങനെ ഒട്ടിച്ചൊക്കെ തന്ന്. നെസ്സി തന്നെ എനിക്ക് അതിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന്. ഇപ്പോൾ അതാ ഞാൻ നബിലാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പെരുന്നാൾ രാവിൻ്റെ അന്ന്. അപ്പോൾ പെരുന്നാൾ രാവിൻ്റെ അന്നല്ല, അതിൻ്റെ തലേ ദിവസമാണ് ഇത് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നമ്മളെ നാട്ടിൽ എങ്ങനെയാണോ നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടി അതുപോലെ ഇന്ന് ഞങ്ങൾ 5 പേരും കൂടി, പിന്നെ റിസമോളും സെറു ബേബിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ഫൗമിയും ഷംസിയൊക്കെ പോയത്. ഫൗമിയും ഷംസിയും പോയതിന് ശേഷം പിന്നെ നെസ്സി ഉണ്ടായിരുന്നു, നെസ്സിയും നബീലും ഉണ്ടായിരുന്നു. അവർ പിന്നെ ഇവിടെ നമ്മളടുത്ത് തന്നെയാണ്. പിന്നെ ഷംസി കുറച്ച് ദൂരെയാണ്, ഫൗമി അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അവർക്ക് ഷംസിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫൗമിയും അങ്ങനെ പോയത്. അവരെല്ലാവരും കൂടി അങ്ങനെ പോയി. ഇപ്പോൾ ഇതാ എനിക്ക് നെസ്സി മൈലാഞ്ചി ഇട്ട് തരികയാണ്. അങ്ങനെ മൈലാഞ്ചി കെട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് പെരുന്നാൾ രാവിൻ്റെ അന്നത്തേതാണ് കേട്ടോ. കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാനിതാ കുമ്പളങ്ങ മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങ അതൊക്കെ അരച്ചിട്ട് അങ്ങനെ നമ്മളെ നാട്ടിലുള്ള പുളിങ്കറി ഉണ്ടല്ലോ, കുമ്പളങ്ങ കറി, അതാണ് ഉണ്ടാക്കിയത്. കുമ്പളങ്ങ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് ബീഫ് ഒക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള മസാലകളൊക്കെ വറുത്ത് വെച്ച് പിന്നെ ക്യാബേജൊക്കെ ഉപ്പേരി ഉണ്ടാക്കി, ക്യാബേജ് പയറൊക്കെ ഉണ്ടാക്കിയാണ്. തൈരിലേക്കുള്ള സലാഡിനൊക്കെ ഉള്ളതൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നബീലി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, നബീലി നെസ്സിയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ നബീലിയും കുറേ ഹെൽപ്പ് ചെയ്ത് അവൾ പിന്നെ അന്ന് ഇവിടെ നമ്മളെ അടുത്ത് അന്ന് ഒരു ദിവസം നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ രാവിലെയാണ് അവൾ പോയത്. അങ്ങനെ നമ്മൾ രാത്രി തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്നുള്ളത് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറികളെല്ലതും ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് ചോറൊക്കെ വെച്ചത്. പിന്നെ അന്നാണെങ്കിൽ നല്ല മഴയും പെയ്തിട്ടുണ്ട്. പിന്നെ ഇക്കൊക്കെ ഒരു 4:30 ഒക്കെ ആയപ്പോൾ പിന്നെ ഇക്ക ഷോപ്പൊക്കെ അടച്ചിട്ട് വരാൻ നേരം വൈകി. പുലർച്ചെ ഒരു 4:30ക്കാണ് ഇക്കയും അംസൊക്കെ വന്നത്. പിന്നെ ഇവിടെ ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് പള്ളിയിൽ നിന്ന് നിസ്കാരം തുടങ്ങും. പിന്നെ പുറത്തൊന്നും മഴ കാരണം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നേരത്തെ തന്നെ അവർക്ക് പള്ളിയിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ ഇതാ പുട്ടിന് ഞാൻ കുറേശ്ശെ അങ്ങനെ പൊടി അങ്ങനെ കുഴച്ച് വെച്ചിട്ട് പുട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതാ ഇക്ക വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അംസനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അംസ ഡ്രസ്സ് ചെയ്യാണ്. അങ്ങനെ പിന്നെ രണ്ടാളും കൂടി പോകാൻ നിൽക്കണം. അപ്പോൾ നല്ല വെളിച്ചമൊന്നുമില്ല, ഇരുട്ടാണ്ട, മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചാർന്നുണ്ടായിരുന്നു.
അങ്ങനെതാ ഇക്കയും അംസയും കൂടി പള്ളിയിലൊക്കെ പോകുകയാണ്. അപ്പോൾ നേരത്തെ പോയാലേ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ സീറ്റ് ഇട്ടുള്ളൂ. ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഇപ്രാവശ്യം മഴ ആയ കാരണം ഈദ്ഗാഹ് പുറത്തൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഈദ്ഗാഹ് ഉണ്ടാവുമായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ത്രീകൾക്കൊന്നും ഉള്ളത് പുറത്തൊന്നും ഈദ്ഗാഹ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചതൊക്കെ. മഴ പെയ്യുന്നുണ്ട്. പള്ളിയിലെ നിസ്കാരം തുടങ്ങിയിട്ടില്ല. തക്ബീർ തന്നെയാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ മാറ്റി അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇത് കണ്ടു. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. മാഷാഅല്ലാ. ഇവിടെ ഇന്ന് ഈദ്ഗാഹ് പുറത്തൊന്നുമില്ല. മഴ കാരണമാണ് ഇന്ന് ഈദ്ഗാഹൊക്കെ മാറ്റി വെച്ചിട്ട് പള്ളിയിൽ തന്നെ ഉള്ളു. ബാക്കി വിശേഷങ്ങളൊക്കെ കാണും. എല്ലാവരും ഇപ്പം ഇന്ന് ഇങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്ന വിശേഷങ്ങളൊക്കെ ഇവിടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇക്കി അംസയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ബാപ്പു ഫാമിലി എത്തിയിട്ടുണ്ട്. നസീം റിസമ്മോളും നബിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ റിസമ്മോൾക്ക് ഒരു ഇതാ കണ്ടില്ലേ മുല്ലൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് വന്നപ്പോൾ അവൾക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവളൊരു ഹായ് ഒക്കെ പറഞ്ഞ് നല്ല മുല്ല, നല്ല സ്മെല്ലുള്ള മുല്ലയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് നല്ല റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നസി. പിന്നെ ഇതാ അപ്പം നബിലി എത്തിയിട്ട് നബില അപ്പം ഇവിടുന്ന് രാവിലെ പോയതിട്ടുള്ളായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ട് കുറച്ച് ടൈം മാത്രം ഞാൻ നബിലി ഉറങ്ങിയിട്ടുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ രാവിലേക്കും ഉച്ചക്കുള്ളൊക്കെ ഓരോന്ന് റെഡിയാക്കാനുള്ള കാരണം ഒരു 2 മണിക്കൂറേ ഉറങ്ങി കാണുള്ളൂ. പിന്നെ അവൾ ഒരു ഇക്കൊക്കെ പിന്നെ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അവൾ പോയി. പിന്നെ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്നോട് പറയുന്നത് എന്താണ് താത്ത നൈറ്റി ഇടുന്നത് ബ്ലാക്ക് ചുരിദാർ ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വരുത്തിയത്. എന്നിട്ട് ദിൽമോൻ്റെ ഫ്രണ്ടിന് ഒരു ഓൺലൈനിൽ അങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇക്കാൻ്റെ ഈ ഒരു ഷർട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇക്ക ബ്ലൂ ഷർട്ടൊക്കെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ചുരിദാർ ഇടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പഷ്മിന ഷോളും ഈ ഒരു ചുരിദാറും കൂടി അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അത് അവർ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഈ ഒരു നമ്മൾ വാങ്ങിയതായിരുന്നു ഈ ഒരു ചുരിദാറ്. അപ്പോൾ ഇത് ഇട്ടിട്ടൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു പാൻറ്റ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യിച്ച് ഇപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. നല്ല ചുരിദാറായിരുന്നു കേട്ടോ മാഷാഅല്ലാ. ഇപ്പോൾ ഇതാ ഓരോരുത്തർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാഫർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരികയാണ്. ഇനി ബുജൈറും ഫൗമിയൊക്കെ എത്താനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത റൂമിലുള്ള 6 പേര് ദാസേട്ടന് എന്നൊക്കെ പറയും. ദാസേട്ടന്, ജലാൽ, പിന്നെ ഹക്കീം, അങ്ങനെ അവർ പിന്നെ അവരുടെ റൂമിൽ 6 പേരുണ്ടായിരുന്നു. അവരും കൂടി വരാനുണ്ടായിരുന്നു. പിന്നെ അവരും വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ളത് എല്ലാ ഒരുക്കങ്ങളും എല്ലാതും ഈ ഒരു ടൈം ആയപ്പോഴത്തേനും രാവിലെ തന്നെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ക്യാമറമാന് നെസ്സിയാണ്. ഇപ്പോൾ ഇതാ ഫൗമിയും ബുജൈറും ഒക്കെ എത്തി. ഫൗമി പറയാണ് ഫൗമി ഇത്തവണ വെറൈറ്റി ആക്കി എന്ന് പറയുന്നത്. വെറൈറ്റി എന്ന് അവൾ പറഞ്ഞു അവൾ കൂടുതലും ഗൗണ് അബായൊക്കെ തന്നെയാണ് ഇടാറ്. അപ്പോൾ ഇത്തവണ ചുരിദാറാക്കിയെന്ന് അവൾ പറയുന്നത് ഞാനൊന്ന് മാറ്റം വരുത്തിയെന്ന്. അപ്പോൾ ഇതാ അവിടെ സെർബേബീനായിട്ട് ബുജൈറ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സെർബേബീനെ അപ്പോൾ ജാഫർ കണ്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സെർബേബിയും ബുജൈറൊക്കെ ഇങ്ങനെ രണ്ടാളും സെയിം ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായി. മാഷാഅല്ലാ സെർബേബി നല്ല മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നവരൊക്കെ എല്ലാവരും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞാൻ അതൊക്കെ ഇതിൽ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താണ് ആരോ ഒരാൾ മൊബൈലിൽ എന്തോ റീൽസ് എന്തോ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സോങ് ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതിന് ഞാൻ സൗണ്ട് പിന്നെ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ സെർബേബിനെ എടുത്തിട്ട് അങ്ങനെ മടിയിൽ അങ്ങനെ കൊടുന്ന് ഇരുത്തുകയാണ്. നല്ല രസമാണ് മക്കൾ. ഇവിടെ സെർബേബിയും റിസമോളും നല്ല രസമാണ് കേട്ടോ 2 പേരും കൂടി. ഇപ്പോൾ ഇതാ ഇവരെല്ലാവരും വരികയാണ്. ഇവരാണ് ഇപ്പോൾ നമ്മളെ അടുത്ത റൂമിലുള്ളത്. ഇവർ 6 പേര്. ദാസേട്ടന്, പിന്നെ സിദ്ധാർത്ഥേട്ടന്, ഹക്കീം, മാഷ്, ഇവരൊക്കെ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ സ്റ്റാഫുകളാണ് കേട്ടോ. പിന്നെ ജലാൽ, പിന്നെ എൻ്റെ ബാക്കിൽ ഉള്ളത് ബാപ്പുവാണ്. പിന്നെ ഒരു ദാസേട്ടനും കൂടി ഉണ്ട്. 2 ദാസേട്ടനുണ്ട്.
അപ്പോൾ ഇവരെല്ലാവരും കൂടി നല്ല രസമാണ് ഇവിടെ എല്ലാവരും കൂടി. അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഇക്ക ആദ്യം തന്നെ ഇവരങ്ങനെയാണ് രാവിലെ ഇവിടെ ഇക്കാൻ്റെ അടുത്ത് ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് അവരെ റൂമിൽ ലഞ്ച്, അങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് ഇപ്പോൾ വേറൊരു ദാസേട്ടൻ പോലെ, അതാ ദാസേട്ടനാണ്. അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത്തവണ അപ്പോൾ അവർ മുട്ട പുഴുങ്ങുക, പഴം പുഴുങ്ങുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ ഇപ്പോൾ ഞാൻ വിടണ്ടല്ലോ, അപ്പോൾ നമ്മൾക്ക് അതൊന്ന് മാറ്റി പിടിക്കുക, പുട്ടും ബീഫും ആക്കാന്ന് പറഞ്ഞു. നബിലി നെസി ഇവരെല്ലാവരും ഉള്ളതിന് ഫൗമിയും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫൗമിനോട് ഞാൻ പറഞ്ഞു വരണ്ട, ഈ മോനൊക്കെ ആയിട്ട് ഇനി ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞു. നബിലി നെസിയൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം കൂടി ആയിട്ട് നല്ല രസമായി. ഇപ്പോൾ അതായത് നമ്മൾ പൊറാട്ട ഉണ്ടായിരുന്നു, പൊറാട്ടയും പുട്ടും ബീഫ് കറി ആയിരുന്നു കേട്ടോ. മാഷാഅല്ലാ. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ അതാ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇവർ എല്ലാവരും ആ റൂമിൽ അങ്ങനെ ആണുങ്ങളെല്ലാവരും അങ്ങനെ ഇരുന്ന്, നമ്മൾ പിന്നെ ഹാളിൽ അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഹാളിലും അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് ഇവിടെ ഒരു സന്തോഷം അല്ലേ. ഈ ഗൾഫ് നാടുകളിലൊക്കെ ഇതൊക്കെ ഭയങ്കര നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര മനസ്സിനും ഒരു തൃപ്തിയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നതും കഴിച്ചതും, നമ്മൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കാനൊന്നും അതൊന്നും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു രസം, എല്ലാവരും കൂടി ഫുഡ് കഴിക്കലും അതൊക്കെ ഒരു രസം വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങളിതാ ഇവിടെ ഹാളിലാണ് ഇരിക്കുന്നത്. പുട്ടൊക്കെ പിന്നെ നേരത്തെ തന്നെ നമ്മൾ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും ചൂടാറിയിട്ടൊന്നും ഇല്ലായിരുന്നു പുട്ട്. പിന്നെ ഞാനൊരു ഇക്കൊക്കെ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷമാണ്, എന്നെ പള്ളിയിൽ പോയിട്ട് വരാനുള്ള ഒരു ടൈം ഉണ്ടായല്ലോ, അപ്പോൾ ആ ഒരു ടൈമിലാണ് പുട്ട് ഉണ്ടാക്കിയത്. പുട്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. പിന്നെ പുട്ടുപൊടി വെച്ചിട്ടാകുമ്പോൾ നല്ല പുട്ടും ആകും, നല്ല സോഫ്റ്റുള്ള അടിപൊളി പുട്ടുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇത് എല്ലാവരും ഫോട്ടോ എടുക്കൽ തന്നെ. പിന്നെ അവരെല്ലാവരും വന്നതിന് ശേഷം പിന്നെ അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ ആയാലും നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതൊക്കെ ക്യാഷ് മുതലാകണ്ടേ, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കായിരുന്നു. നല്ല രസമായിരുന്നു അന്ന്. മാഷാ അല്ലാ, പെരുന്നാളിൻ്റെ ഒരു ദിവസം അടിപൊളി. പിന്നെ അന്ന് നമ്മൾക്ക് ഉച്ചയാകുമ്പോഴത്തേന് ഇവിടെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുണ്ട് നൗഷാദും, പിന്നെ ആഫീസ്, നാസി, അവരൊക്കെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് കേട്ടോ. അവരൊക്കെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഉച്ചയ്ക്ക് അവർ എത്തിയിട്ടില്ലായിരുന്നു. അവർ പിന്നെ രാത്രി അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മഗ്‌രിബിന് ആ ഒരു ടൈം ആയപ്പോഴാണ് അവരെത്തിയത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കോർണിഷിൽ ഞാൻ, നെസി, ഇക്ക, പിന്നെ നബില, ബാപ്പു, ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയിട്ട്, ഇക്കാൻ്റെ ഫ്രണ്ട് നാസർ അവൻ്റെ വണ്ടിയിൽ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുകയെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അവൻ്റെ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഇൻഷാ അല്ലാ അത് ഞാൻ അടുത്ത ഒരു എല്ലാവരും കൂടി ഇതിൽ അങ്ങനെ കൊള്ളിക്കാൻ കഴിയില്ല, ലെങ്ത്ത് കൂടിപ്പോയി. ഇപ്പം തന്നെ ഇത് ഒരുപാട് ലെങ്ത്തായി, കാണുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് അടുത്ത വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതാ എല്ലാതും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇതാ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പോകാൻ പിന്നെ ഇവിടെ ഇക്കയും എല്ലാവരും നമ്മൾ പിന്നെ ഉറങ്ങാത്തതാണ്, തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഒന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങാൻ, ഒരു ഷോപ്പിൽ നോമ്പും ക്ഷീണവും പിന്നെ ഉറങ്ങാതെ നിന്ന് ഷോപ്പിൽ നിന്നിട്ട് അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് കുറച്ച് നേരം അങ്ങനെ പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചിട്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ, പിന്നെ അടുത്ത ജുമാക്കും കൂടി പോകാനുള്ള ടൈമായല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് പിന്നെ ഇവിടുന്ന് അടുത്ത് തന്നെ നൗഫൽ എന്ന് പറഞ്ഞവരുണ്ട്, ഇവിടെ പാലസിൽ അവരുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് മട്ടൻ ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത റൂമിൽ ഇപ്പോൾ വന്നില്ല, ദാസേട്ടൻ്റെ ഒക്കെ റൂമിൽ ജലാൽ അവർ പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിച്ച്, നമ്മൾ ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ അങ്ങനെ തന്നെ വെച്ച്. നമ്മൾക്ക് വരുന്ന ഗസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല, അവരാണ് ഇപ്പോൾ ഈ വരുന്നത് കേട്ടോ, നൗഷാദ്, ആഫീസ്, നാസിയൊക്കെ. അപ്പോൾ അവർ ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചോറും കറിയൊക്കെ പിന്നെ നമ്മൾക്ക് രാത്രിയാക്കാൻ വിചാരിച്ച്. ഇപ്പോൾ ഇവർ നൗഷാദും ആഫീസും പിന്നെ അബുദാബിയിലാണ്, നാസി ദുബായിലും. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ നൗഷാദ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അൻഫു, നൈലൂനൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവരെ ഇപ്പച്ചിയാണത് കേട്ടോ, ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. ഇത് നാസിയാണ്. ഇവർ നാസിയും ആഫീസ് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ പിന്നെ ഇവർ വന്ന് ഇവരോട് നമ്മളങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ കൊടുത്ത് ഭയങ്കര സങ്കടമായി. നമ്മൾക്ക് നാട്ടിൽ നിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ ഇവരെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടം. നൗഷാദിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ഇങ്ങനെ
നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല. ഇവിടെ വന്നിട്ട് കാണുമ്പോൾ അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഇവർ തിരിച്ചു പോയപ്പോൾ കേട്ടോ ഭയങ്കര വിഷമം. ഞാൻ പറയാം റൂമിലേക്കൊന്നും ഇങ്ങനെ കയറി വരാൻ പറ്റാതെ സങ്കടമാകുക. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഇവിടെ ഉണ്ടായിട്ട്. അങ്ങനെ പിന്നെ ഒരു ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുടിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ നമ്മൾ ഒന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് നടന്നേ. അങ്ങനെ വണ്ടിയിൽ പോകണ്ട, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന് പോകാം, നമുക്ക് സംസാരിച്ച് അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലേക്ക് നടക്കുകയാണ്. പിന്നെ ബീച്ചിൽ നിന്ന് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ തലേ ദിവസം ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി അതങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തിട്ടില്ലേ. പിന്നെ ഇവർക്കും സാദാ ചോറും മോരുകറി അങ്ങനെയൊക്കെ മതിയെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലതും എടുത്തിട്ട് നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. കാബേജ് ഉപ്പേരി, പയറുപ്പേരി, ഇഞ്ചിപ്പുളി, പപ്പടം, മാങ്ങച്ചാറ്, തൈര്, പിന്നെ എന്താണ് കുമ്പളങ്ങ ഒരു കറി, ചിക്കൻ ഫ്രൈ, ബീഫ് ഒക്കെ ഉണ്ടായിരുന്നേ. എല്ലാതും ഉണ്ടായിരുന്നു മാഷാ അല്ലാ. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ജാഫറും ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ. അന്ന് ജാഫറും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഉച്ചക്കും ജാഫറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫുഡ് കഴിക്കാൻ. ഇത് പിന്നെ പിറ്റേ ദിവസം ഉച്ചക്കാണ് ജാഫർ അവിടുന്ന് വാഴയിലൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഇവർ പറഞ്ഞ് നമ്മൾക്ക് സാദാ ചോറിൻ്റെ മതിയാണ്. ഇവിടെ നോമ്പ് 30 ദിവസം ബിരിയാണി തന്നെയാണല്ലോ. അപ്പോൾ ഇക്ക പറഞ്ഞു കുറേ ദിവസത്തിന് ബിരിയാണി വേണ്ട. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നും നബീല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവർ പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കും ശരിക്കും സങ്കടമായിപ്പോയി. ഇതുപോലെ തലേ ദിവസത്തെ ആ മോരുകറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മുളകിട്ടിട്ടുണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ, ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അവർ പോവുകയാണ് കേട്ടോ. അവർ ഇപ്പോൾ ഇറങ്ങിയാൽ രാത്രിയൊക്കെ ആകുമ്പോൾ രാത്രി 1 മണിയൊക്കെ ആയപ്പോഴാണ് 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് നൗഷാദും ആഫീസും അബുദാബിയിൽ എത്തിയത്. 12 മണിയൊക്കെ ആയപ്പോൾ പിന്നെ നാസി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അവർ കൊണ്ടുവന്നത് കഴിഞ്ഞിട്ട് ഈ ഫ്രൂട്ട്സും ഈത്തപ്പഴം അതുപോലെ കുനാഫ ചോക്ലേറ്റ് ഒക്കെ. മാഷാല്ലാ മാഷാല്ലാ, താങ്ക് യു ബ്രോസ്. മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ട്. ഇവർ പോയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ട്, അവർ പോയതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു വീഡിയോ. പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.